my brothers and sisters. Good morning to all. Today's thought is presented by I am Sherry of Helpful House. Today's thought: a book is a gift which we can open again and again. I repeat my thought: a book is a gift which we can open again and again. Thank you and have a nice day. Kiran Rijiju informed that President Srimati Draupadi Murmu has approved the proposal of the government to convene the monsoon കാര്യം. ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മദിനം. വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിലെ അതുല്യമായ പ്രതിഭ. സാധാരണ ജനങ്ങളുടെ ജീവിതം, അവരുടെ സുഖദുഃഖങ്ങൾ, സത്യസന്ധതയും ഹാസ്യവും നിറഞ്ഞ അദ്ദേഹത്തിന്റെ കഥകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. ഒരു എഴുത്തുകാരൻ എന്നതിലുപരി ജീവിതം മുഴുവൻ ജീവിച്ചവനായിരുന്നു ബഷീർ. 1910 നമുക്ക് വായിക്കാം നമ്മുടെ ബേപ്പൂർ സുൽത്താന്റെ കഥകൾ. കഥാസമാരമാണ് വിധികളുടെ സ്വർഗം. 1948 ഇത് പ്രസിദ്ധീകരിച്ചത്. ഈ ബുക്കിൽ 71 പേജുകളുണ്ട്. DC ബുക്സാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഇതിന്റെ ഇപ്പോഴത്തെ വില 80 രൂപയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ലളിതവും നർമ്മവും ഭൂഷണവും ഉപദേശവും കലർത്തി ചിത്രീകരിച്ചതാണ് ഈ പുസ്തകം. ഇതിൽ 6 കഥകളാണ് ഉള്ളത്. ഈ പുസ്തകം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വായിക്കണം. നന്ദി. രചിച്ച ലഘു നോവലാണ് മാതൃകപ്പൂച്ച. 1968 ഈ കൃതി പ്രസിദ്ധപ്പെടുത്തിയത്. ബഷീറിന്റെ വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. ഈ പുസ്തകം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാകും. എല്ലാവരും ഈ പുസ്തകം വായിക്കണം. നന്ദി. ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം ശരിയാണ്, കലയോലപ്പറമ്പ്. ബഷീറിന്റെ ആദ്യത്തെ കഥ ഏതാണ്? ഉത്തരം ശരിയാണ്, തങ്കം. ബാല്യകാല സഖി എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാര്? ഉത്തരം ശരിയാണ്, MP പോൾ. ബഷീറിന്റെ ദി മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തതാര്? ഉത്തരം ശരിയാണ്, MA റഹ്മാൻ. ഭാർഗവി നില ആലുമ നിൽക്കുന്ന അവളെ സഹായിച്ചൂടെ? ാണല്ലോ വിളി കിടന്നുറങ്ങുന്നത്. ജമീല, ജമീല, എന്റെ പഠിച്ചോനെ, നിങ്ങളെന്താണ് ഈ കൊലത്തില്? ആകെ നഞ്ഞിട്ടുണ്ടല്ലോ. ഈ പാതിരാത്രി വരെ നിങ്ങൾ എവിടെയായിരുന്നു? എന്റെ ജമീല, ഇവിടുത്തെ അങ്ങാടിയിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു. ഞാൻ പുഴക്കക്കരെ പോയി പൂവമ്പഴം നോക്കി കൊറേ നടന്ന് തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് തോണിക്കാരൻ പോയിരിക്കണ്. ഇച്ചൊറ്റക്കാണല്ലോ എന്ന് ഓർത്തപ്പോ പുഴ നീന്തിങ്ങ പോന്നു. നല്ല ഒഴുക്കുണ്ടായിരുന്നു. കൊറേ ബുദ്ധിമുട്ടി. പക്ഷേങ്കില് ഈ പൊതിയും നമ്മ പിടുത്തം വിട്ടില്ല. ഇതാ കഴിച്ചോളി. ഹായ്, പൂവമ്പഴം. ഇതെന്താ ഇത്? ഓറഞ്ച്. പൂവമ്പഴത്തേക്കാൾ നല്ലതാ. എനിക്ക് വേണ്ട. പാതിര വരെ എവിടെങ്ങാണ്ട് തെണ്ടി തന്നിട്ട് മനുഷ്യനെ ആശിപ്പിച്ചിട്ട്. ജമീല, ഞാൻ പറഞ്ഞ സത്യ. പൂവമ്പഴം എവിടെയും കിട്ടാനില്ലായിരുന്നു. ഞാൻ കൊറേ തെരഞ്ഞതാ. വേണ്ട, എന്നോട് നോണ പറയണ്ട. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. പൊന്നും പണമൊന്നല്ലല്ലോ, 2 പഴം കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനൊന്നും പറയല്ല ജമീല. നീ ഓറഞ്ച് കഴിക്കി. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ടെങ്കില് എവിടാന്ന് വെച്ചാ കൊണ്ടേ കൊടുത്തോളി. ഇനി പൂവമ്പഴം കിട്ടാതെ ഈ ജമീല ബീബി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല. ഇജ്ജ് പിണങ്ങല്ലേ ജമീല. നീ ഓറഞ്ച് കഴിക്കി. പൂവമ്പഴത്തേക്കാൾ ഇരട്ടി വിലയും ഇരട്ടി വിറ്റാമിനും ഉണ്ട് ഇതില്. തന്നെത്താൻ അങ്ങ് കഴിച്ചാ മതി. ഞാൻ ഉറങ്ങാൻ പോണു.